ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ വടക്കും ഭാഗം അമ്മയുടെ മൈന തിരുനാളിൻ്റെ നമ്മൾ 6-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നുകൊണ്ട് എല്ലാ പ്രസിദ്ധന്തിമാരുടെ നിയോഗങ്ങൾ നമ്മൾ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്നുകൊണ്ടെല്ലാം സമാപിക്കുകയാണ്. നാളെ എല്ലാവർക്കും വേണ്ടി, എല്ലാ തിരുനാൾ പ്രസിദ്ധന്തിമാർക്ക് വേണ്ടി അർപ്പിക്കുന്ന ബലിയായിരിക്കും. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് നമ്മളിപ്പോൾ അർപ്പിക്കുന്ന ബലി തിരുനാൾ പ്രസിദ്ധന്തിമാരായ 281-ാമത്തെ ആൾ മുതൽ 330-ാമത്തെ ആൾ വരെ ഉള്ള പേരുകളും നിയോഗങ്ങളുമാണ് സമർപ്പിക്കുന്നത്. വൈകിട്ട് 6 മണിക്കുള്ള ബലിയിൽ 331-ാമത്തെ പ്രസിദ്ധന്തി മുതൽ 388-ാമത്തെ പ്രസിദ്ധന്തി വരെയുള്ള പേരുകളും നിയോഗങ്ങളും സമർപ്പിക്കും. തിരുനാൾ പ്രസിദ്ധന്തി നമ്പർ 281 മനോജ് ജോസഫ്, കോട്ടയം. മനോജ് ജോസഫിൻ്റെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധന്തി നമ്പർ 282 ലോറൻസ്, ലൂർദ്പുരം. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധന്തി നമ്പർ 283 ഷീന, ഹൈദരാബാദ്. ഷീനയുടെ മകൾക്ക് കാനഡയിൽ ഒരു ജോലി എത്രയും വേഗം ലഭിക്കുന്നതിനും മകൾക്ക് ഉചിതനായ ഒരു ഭർത്താവിനെ ലഭിക്കുന്നതിനു വേണ്ടി പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധന്തി നമ്പർ 284 മർസലീന, വടക്കും ഭാഗം. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധന്തി നമ്പർ 285 കിരൺ മൈക്കിൾ, വടക്കും ഭാഗം. നിശ്ചയിച്ചിരിക്കുന്ന വിവാഹം മംഗളകരമായി നടക്കുന്നതിനും സമാധാനപൂർണമായ ദൈവാനുഗ്രഹമുള്ള ഒരു ദാമ്പത്യ ജീവിതം അനുഭവിക്കുവാനുള്ള കൃപയ്ക്കായി പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധന്തി നമ്പർ 286 സബീന മാൾക്കം, ഇരവിപുരം. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധന്തി നമ്പർ 287 സിന്ധ്യ അലൻ, മുക്കാട്. സുഖപ്രസവത്തിനും ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുന്നതിനു വേണ്ടി, തുടർന്ന് ദൈവാശ്രയത്തിൽ, ദൈവവിശ്വാസത്തിൽ, ദൈവചിന്തയിൽ, ദൈവസ്നേഹത്തിൽ, പരസ്നേഹത്തിൽ കുഞ്ഞ് വളർന്നു വരുവാനുള്ള കൃപയ്ക്കായി പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധന്തി നമ്പർ 288 ആഗ്ന നെൽസൺ, വടക്കും ഭാഗം. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധന്തി നമ്പർ 289 അഗ്രിമ നെൽസൺ, വടക്കും ഭാഗം. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധന്തി നമ്പർ 290 ആഗസ് നെൽസൺ, വടക്കും ഭാഗം. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധന്തി നമ്പർ 291 സിജോ മാത്യു, കോട്ടയം. എത്രയും വേഗം സ്ഥലം വിറ്റുകിട്ടുന്നതിന് വേണ്ടിയും തുടർന്ന് കടബാധ്യത മാറുന്നതിന് വേണ്ടിയും പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധന്തി നമ്പർ 292 എൽദോസ് യോഹന്നാൻ, രാമമംഗലം. എൽദോസിൻ്റെ ഭാര്യയ്ക്ക് OET പരീക്ഷയിൽ നല്ല റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയും എൽദോസിന് ഒരു നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും എൽദോസിൻ്റെ സുഹൃത്ത് ലിയോയുടെ പക്കൽ നിന്നും തിരികെ ലഭിക്കാനുള്ള 50,000 രൂപ എത്രയും വേഗം തിരികെ ലഭിക്കുന്നതിനു വേണ്ടി പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധന്തി നമ്പർ 293 ജോമോൻ, കോഴഞ്ചേരി.
ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അലർജി മാറിക്കിട്ടുന്നതിന് വേണ്ടി പരിശുദ്ധ വടക്കുംഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ നമ്പർ 294 പോൾ യോഹന്നാൻ വലിയ പെരുമ്പുഴ. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധ വടക്കുംഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ നമ്പർ 295 സോജു ജോർജ് വലിയ പെരുമ്പുഴ. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധ വടക്കുംഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 296 എലിസബത്ത് സോജു വലിയ പെരുമ്പുഴ. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധ വടക്കുംഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 297 ജോർജീന സുസന്നെ സോജു വലിയ പെരുമ്പുഴ. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധ വടക്കുംഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 298 വിശാൽ ജോസ് വലിയ പെരുമ്പുഴ. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധ വടക്കുംഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ നമ്പർ 299 പൃഥ്വി വിശാൽ വലിയ പെരുമ്പുഴ. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധ വടക്കുംഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 300 ഡാനിയേൽ ജോസ് വിശാൽ വലിയ പെരുമ്പുഴ. ഡാനിയേൽ പരിശുദ്ധ അമ്മ വഴി നൽകപ്പെട്ട കുഞ്ഞാണ്. പൃഥ്വിയും വിശാലും വിവാഹം കഴിച്ചിട്ട് കുറേ അധികം വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും എൻ്റെ അടുക്കൽ വന്ന് ആശീർവാദം സ്വീകരിക്കുകയും ചെയ്തത്. തുടർന്ന് പരിശുദ്ധ അമ്മ അവരുടെ കണ്ണുനീരിന് വില കൊടുത്തു. അവരുടെ കാത്തിരിപ്പിന് സന്തോഷം പ്രദാനം ചെയ്തുകൊണ്ട് കുഞ്ഞിനെ നൽകി. ആ കുഞ്ഞാണ് ഡാനിയേൽ ജോസ് വിശാൽ. എന്നും ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നതിനും ദൈവാശ്രയത്തിൽ കഴിഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ച് എന്നും തൻ്റെ ജീവിതത്തിൽ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോകുവാനും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മകനെപ്പോലെ എല്ലാവരോടും സ്നേഹവും ആദരവും ബഹുമാനവും കരുണയും ചൊരിഞ്ഞുകൊണ്ട് നല്ല ഒരു മനുഷ്യനായി ജീവിച്ച് കർത്താവിൻ്റെ പ്രിയപ്പെട്ട ദാസനായി ജീവിക്കുവാനുള്ള കൃപയ്ക്കായി പരിശുദ്ധ വടക്കുംഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 301 ജോർജ് ഗീവർഗീസ് കുണ്ടറ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം കോവിഡ് അനന്തര രോഗത്തിൽ നിന്നും പൂർണ്ണമായും സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ വടക്കുംഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 302 സുസമ്മ ജോർജ് കുണ്ടറ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഒപ്പം കോവിഡാനന്തര രോഗത്തിൽ നിന്നുമുള്ള സൗഖ്യം അനുഭവിക്കുവാനുള്ള കൃപയ്ക്കായി പരിശുദ്ധ വടക്കുംഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 303 ഗയതാന എമിറിൻ സന്തോഷ് കൈതാകോടി. അലർജി രോഗം മാറിക്കിട്ടുന്നതിന് വേണ്ടി പരിശുദ്ധ വടക്കുംഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 304 മേരിക്കുട്ടി വടക്കുംഭാഗം. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധ വടക്കുംഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 305 ബിൻസി ജോമോൻ പാല. നല്ല ആരോഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയും കടബാധ്യതയിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതിന് വേണ്ടിയും അസൂയ, കോപം, വൈരാഗ്യം തുടങ്ങിയ എല്ലാ പാപങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാവരോടും കാരുണ്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി അനുകമ്പയോടുകൂടി പെരുമാറുന്നതിനുള്ള കൃപയ്ക്കായി പരിശുദ്ധ വടക്കുംഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 306 ഫിലോമിന ആറന്മുള. എത്രയും വേഗം ഒരു വീട് വയ്ക്കുന്നതിന് സഹായകമായ ലോൺ ശരിയായി കിട്ടുന്നതിന് വേണ്ടിയും തുടർന്ന് വീട് പണിത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയും
ജിജോയ്ക്ക് ഒരു നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും മക്കൾ 3 പേരും പരിശുദ്ധ വടക്കും ഭാഗം അമ്മയുടെ സംരക്ഷണത്തിലും ദൈവഭയത്തിലും നല്ല സ്വഭാവത്തിലും വളരുവാനുള്ള കൃപയ്ക്കായി വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 307 അന്ന തോമസ് വടക്കും ഭാഗം. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 308 സതി സോളമൻ തിരുവനന്തപുരം. മക്കളെ ദൈവസ്നേഹത്താൽ നിറയ്ക്കുന്നതിന് വേണ്ടിയും CA ഫൈനൽ പരീക്ഷ മകൾ സൂസൻ എല്ലാ തടസ്സവും മാറി പാസ്സാകുന്നതിന് വേണ്ടിയും ഒപ്പം CA പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഏഞ്ചൽ മോളെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 309 പിങ്കി ബെൻറോയ് ദളവാപുരം. സുഖപ്രസവത്തിനും ആരോഗ്യമുള്ള ഇരട്ട കുഞ്ഞുങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടി പരിശുദ്ധ വടക്കും ഭാഗം അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നും സൗഖ്യവും സന്തോഷവും സമാധാനവും അനുഭവിച്ചുകൊണ്ട് എന്നും പരിശുദ്ധ അമ്മയുടെ മടിയിൽ ഇരുന്നു കൊണ്ട് സന്തോഷമോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള കൃപയ്ക്കായും പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 310 പ്രിൻസ് ഫ്രാൻസി ദളവാപുരം. ജോലി ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 311 ടീന ഫ്രാൻസിസ് ശക്തികുളങ്ങര. രോഗസൗഖ്യത്തിന് വേണ്ടി പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 312 സ്റ്റെഫി റോയ് തലമുകിൽ. OET പരീക്ഷ പാസ്സായി UK NHS ആശുപത്രിയിൽ ജോലിക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തടസ്സങ്ങളും മാറി ആ സന്തോഷം അനുഭവിക്കുവാനുള്ള കൃപയ്ക്കായി പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 313 ആൻ്റണി ഫെർണാണ്ടസ് വടക്കും ഭാഗം. രോഗസൗഖ്യത്തിനും ആരോഗ്യത്തിനു വേണ്ടി പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 314 ഡോളി ആൻ്റണി വടക്കും ഭാഗം. രോഗസൗഖ്യത്തിനും ആരോഗ്യത്തിനു വേണ്ടി പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 315 ഡൊമിനിക് ജോർജ് വടക്കും ഭാഗം. പഠനത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള കൃപയ്ക്കായി പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 316 എബി ജോർജ് വടക്കും ഭാഗം. പഠനത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 317 അഞ്ജലി അനിൽ കാവനാട്. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 318 സാബു യോഹന്നാൻ വടക്കും ഭാഗം. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 319 ജാൻവി സെബാസ്റ്റ്യൻ ദളവാപുരം. കിഡ്നി രോഗത്തിൽ നിന്നും സൗഖ്യമുണ്ടാകുന്നതിന് വേണ്ടിയും വീട് നിർമ്മിക്കാൻ സർക്കാർ അനുവദിച്ചു കിടക്കുന്ന പണം എല്ലാ തടസ്സവും മാറി എത്രയും വേഗം അത് ലഭിക്കുന്നതിന് വേണ്ടിയും തുടർന്ന് വീട് നിർമ്മിച്ച് ആ ഭവനത്തിൽ വസിക്കുവാനുള്ള കൃപയ്ക്കായി പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 320 മേരി ആൻ്റണി ദളവാപുരം. പൂർണ്ണ രോഗസൗഖ്യവും ആരോഗ്യവും ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 321 ഹണി ദുബായ്. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ നമ്പർ 322 സൂസൻ ആഗ്നസ് വടക്കും ഭാഗം. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 323
സ്മിത ബാബു എറണാകുളം. മകന് CBSE പരീക്ഷയ്ക്ക് നല്ല റിസൾട്ട് നൽകിയതിന് പരിശുദ്ധ വടക്കുംഭാഗം അമ്മയ്ക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ മകൻ കൗശിക്ക് NEET നീറ്റ് പരീക്ഷയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുകയും MBBSന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയുള്ള കൃപയ്ക്കായി പരിശുദ്ധ വടക്കുംഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 324 ഡിക്സൺ J. ഡാനിയൽ സിനിമ പറമ്പ്. വിവാഹം നടക്കുന്നതിന് വേണ്ടി പരിശുദ്ധ വടക്കുംഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 325 ഫാത്തിമ വടക്കുംഭാഗം. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധ വടക്കുംഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 326 സീസർ വൈറ്റസ് വടക്കുംഭാഗം. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധ വടക്കുംഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 327 ആതിര എബി ശക്തികുളങ്ങര. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധ വടക്കുംഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ നമ്പർ 328 ആനറ്റ് ശരവണൻ ചെന്നൈ. ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ വടക്കുംഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 329 ആൻ്റണി ഫെർണാണ്ടസ് ചെന്നൈ. ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ വടക്കുംഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ പ്രസിദ്ധേന്തി നമ്പർ 330 ആശ തെക്കുംഭാഗം. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്നതോടൊപ്പം കേന്ദ്ര സർക്കാർ ജോലി എത്രയും വേഗം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കൃപയ്ക്കായി പരിശുദ്ധ വടക്കുംഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. സ്നേഹീശോയെ, ഞങ്ങൾ സമർപ്പിച്ച ഈ 50 നിയോഗങ്ങളും അങ്ങ് കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. അങ്ങയുടെ പവിത്രമായ ബലി അർപ്പിക്കുന്ന ഈ അൾത്താരയിൽ ഈ 50 നിയോഗങ്ങളും ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അവിടുന്ന് ഈ മക്കളോട് അനുകമ്പ പ്രദർശിപ്പിക്കണമേ. സുവിശേഷങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഇടയനില്ലാത്ത ആടുകളെ അങ്ങ് കാണുമ്പോൾ, ജനത്തെ കാണുമ്പോൾ അങ്ങ് അവരോട് അനുകമ്പ തോന്നി. അങ്ങ് വിളിച്ചു പറഞ്ഞുവല്ലോ, ഈ ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെയാണ്. അതേ അനുകമ്പ ഈ 50 പ്രസിദ്ധന്തിമാരുടെ ജീവിതത്തിലേക്കും അവരുടെ കുടുംബത്തിലേക്കും അവരുടെ ആവശ്യങ്ങളിലേക്കും അവിടുന്ന് കടന്നു ചെല്ലണമേ. അങ്ങേ അമ്മയായ പരിശുദ്ധ വടക്കുംഭാഗം അമ്മയുടെ വിമല ഹൃദയ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ഓരോ അപേക്ഷകളും എങ്ങനെയാണോ നിൻ്റെ പരസ്യജീവിത കാലഘട്ടത്തിൻ്റെ ആദ്യ അനുഭവമായ കാനായിലെ കല്യാണ വീട്ടിൽ സംഭവിച്ചത്, എല്ലാവരും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ സാഹചര്യത്തിൽ വിവാഹ വിരുന്നിന് പങ്കെടുത്ത് എല്ലാവരും ഏറെ സന്തോഷത്തോടു കൂടി വിവാഹം സൽക്കാരം നടത്തിയവരും ആ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നവരും എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി അവർ ആ വിവാഹ സൽക്കാരം ആസ്വദിച്ചു കൊണ്ടിരുന്നപ്പോഴാണല്ലോ കർത്താവേ, ഒരു ഇടിത്തീ പോലെ ആ കുടുംബനാഥന് ഒരു സംഭവമുണ്ടായത്. അവിടെ അതിഥികൾക്കായി നൽകപ്പെടേണ്ട വീഞ്ഞ് തീർന്നുപോയി. വീഞ്ഞ് തീർന്നുപോയി എന്ന് പറയുമ്പോൾ കടന്നു വന്ന അതിഥികൾ പിന്നെ അവിടെ പ്രശ്നമുണ്ടാക്കും. അവിടെ ആ സന്തോഷം അപ്രത്യക്ഷമാകും. കൂട്ടം കൂട്ടമായി ചേർന്ന് കുടുംബനാഥനെയും ബന്ധുക്കളെയും ആക്ഷേപിക്കും, പരിഹസിക്കും. അങ്ങനെ സന്തോഷം താൽ നിറഞ്ഞിരുന്ന കുടുംബം സാത്താൻ്റെ കെണിയാൽ അവിടെ സമാധാനം നഷ്ടപ്പെടുന്ന, കലഹങ്ങൾ ഉണ്ടാകുന്ന, ആക്ഷേപവും പരിഹാസവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്
കടന്നുപോയ അവസ്ഥയിലായിരുന്നുവല്ലോ പരിശുദ്ധ കന്യകാമറിയം. നിന്റെ അമ്മ, സ്വർഗത്തിൻ്റെ അമ്മ, ഞങ്ങളുടെ അമ്മ പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് ആരെയും അറിയിക്കാതെ, പരസ്യപ്പെടുത്താതെ ഉടനെ ദൈവപുത്രനായ അങ്ങയുടെ കാതുകളിലേക്ക് ഓടി വന്ന് മന്ത്രിച്ചത് ഇവർക്ക് വീഞ്ഞു തീർന്നു പോയി. പ്രിയ ഈശോയെ, നീ ഒരു അത്ഭുതം പ്രവർത്തിച്ചതായി പരിശുദ്ധ മറിയം കണ്ടിട്ടില്ല. നീ ഒരു അത്ഭുതം ചെയ്തതായി പരിശുദ്ധ മറിയം ആരിൽ നിന്നും കേട്ടിട്ടില്ല. സുവിശേഷത്തിൽ കാണുന്ന ആദ്യത്തെ അത്ഭുതം കാനായിലെ കല്യാണ വീട്ടിൽ നടന്ന അത്ഭുതമായിരുന്നുവല്ലോ. അപ്പോൾ നീ ഇതിനു മുമ്പ് കാനായിലെ കല്യാണ വീട്ടിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു അത്ഭുതം ചെയ്തതായോ അല്ലെങ്കിൽ അത്ഭുതം നടത്തിയെന്ന് മറ്റാരാലും കേൾക്കാതെ പരിശുദ്ധ മറിയം ജീവിക്കുമ്പോൾ തന്നെ മറിയം പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. എൻ്റെ മകൻ ഈശോ, അവൻ സ്വർഗത്തിൻ്റെ മകനാണ്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകനാണ്, അവൻ ദൈവപുത്രനാണ്, അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനാണ്. അവന് മാത്രമേ ഈ കല്യാണ വീട്ടിൽ പ്രശ്നം ഉണ്ടാകാനായിട്ട് ഇതാ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പ്രശ്നം ആരംഭിക്കും. ആ പ്രശ്നം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടെ സമാധാനം കൊണ്ടുവരാനും ആ പ്രശ്നം പരിഹരിക്കുവാനും ഈശോയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് പരിശുദ്ധ മറിയത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് മറിയത്തിൽ സംജാതമായതുകൊണ്ടാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ ഹൃദയത്തിൽ, ശരീരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നിറഞ്ഞ് തുളുമ്പിയത് കൊണ്ടാണ് ഈശോയെ അങ്ങയുടെ അടുക്കൽ, അങ്ങയുടെ കാതുകളിലേക്ക് ഓടി വന്ന് മന്ത്രിക്കാൻ കഴിഞ്ഞത്. മകനെ, അവർക്ക് വീഞ്ഞു തീർന്നു പോയി. നീ വീഞ്ഞു കൊടുക്കണമെന്നോ എന്തെങ്കിലും ചെയ്യണമെന്നോ എന്നും പറഞ്ഞില്ല, അവർക്ക് വീഞ്ഞു തീർന്നു പോയി. അമ്മ വിശ്വസിച്ചു നീ ഉടനെ എന്തെങ്കിലും ചെയ്യും എന്ന്. അതുപോലെ ഈശോയെ, ഞങ്ങൾ വടക്കും ഭാഗം അമ്മയുടെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ 388 പ്രസിദ്ധന്തിമാരെയും ഏറെ പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് സമർപ്പിച്ച 50 പേരെയും പരിശുദ്ധ വടക്കും ഭാഗം അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ ഈ അമ്മ ഏറെ വിശ്വാസത്തോടു കൂടി നിന്റെ അടുക്കൽ വന്നുകൊണ്ട് നിന്റെ കാതുകളിൽ ഈ മക്കളുടെ ആവശ്യങ്ങൾ മന്ത്രിക്കുവാൻ ഇടവരുത്തണമേ. അമ്മയെ അതിനായി സഹായിക്കണമേ, ഒരുക്കണമേ. അമ്മ നിന്റെ കാതുകളിൽ മന്ത്രിച്ചാൽ പിന്നെ നിനക്ക് അത് ചെയ്തു കൊടുക്കാതിരിക്കുവാനായിട്ട് പ്രേരണയുണ്ടാകും. അമ്മ മന്ത്രിച്ചു കഴിഞ്ഞാൽ നീ ചെയ്തു തരും. അത് ഞങ്ങൾ സുവിശേഷത്തിലൂടെ ഞങ്ങൾ വിശ്വസിക്കുന്നു, അറിയുന്നു, ഞങ്ങൾ അത് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ യേശുവേ, പരിശുദ്ധ വടക്കും ഭാഗം അമ്മയുടെ പക്കലേക്ക് ആരൊക്കെയാണോ വന്ന് പ്രാർത്ഥിക്കുന്നത്, ഈ അമ്മയുടെ ഈ അത്ഭുത തിരുസ്വരൂപത്തിൻ്റെ മുന്നിൽ ഏതൊക്കെ ദൈവമക്കളാണോ മുട്ടുകുത്തി വന്ന് അവരുടെ ആവശ്യങ്ങൾ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്, അവരെ എല്ലാവരെയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കാതെ വീടുകളിൽ ഇരുന്നു കൊണ്ട് വടക്കും ഭാഗം അമ്മേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ അപേക്ഷകളും സോഷ്യൽ മീഡിയ വഴി വടക്കും ഭാഗം അമ്മയെക്കുറിച്ച് കേൾക്കുന്ന എല്ലാ മക്കളും വടക്കും ഭാഗം അമ്മേ എന്ന് വിളിക്കുന്ന ആ മാത്രയിൽ തന്നെ ഈശോയെ നീ ഇടപെടണമേ. നീ ഉടനെ ആ മക്കളുടെ ആവശ്യങ്ങളിലേക്ക്, അവരുടെ ഭൗതികമായ ജീവിത ആവശ്യങ്ങളിലേക്ക്, അവരുടെ ആത്മീയമായ ജീവിത ആവശ്യങ്ങളിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണമേ. അവരുടെ നിരാശകളെയും ദുഃഖങ്ങളെയും വേദനകളെയും പ്രയാസങ്ങളെയും രോഗങ്ങളെയും കടബാധ്യതകളെയും പൂർണ്ണമായും നീ എടുത്തു മാറ്റി നിന്റെ അനുഗ്രഹവും
നിന്റെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ യോഗ്യതയോടുകൂടി കൊണ്ടാടുന്നതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ ഏറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിനീതരിലും ദരിദ്രരിലും നിസ്തുലയായ പരിശുദ്ധ വടക്കുംഭാഗം അമ്മയെ രക്ഷകന്റെ മാതാവായി അങ്ങ് തിരഞ്ഞെടുത്തുവല്ലോ. ഈ അമ്മയുടെ മാതൃക പിഞ്ചെന്നുകൊണ്ട് അങ്ങേക്ക് ആത്മാർത്ഥമായ വിശ്വാസത്തിൻ്റെ ആദരം ഞങ്ങൾ നൽകാനും രക്ഷയുടെ പ്രത്യാശ പൂർണ്ണമായും അങ്ങിൽ സമർപ്പിക്കാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 1-ാം അധ്യായം 16 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തിയില്ല. സഹോദരരെ, സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോകസൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടവുമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴിവുകളില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോകുകയും ചെയ്തു.
ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരമായ മനുഷ്യൻ്റെയോ പക്ഷിയുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസ്തുതികളിലൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാക്കുന്നതിനും അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിനുപരിയായി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവരാണ്. ആമേൻ. കർത്താവിൻ്റെ വചനം. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു. രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിൽ നിന്നും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളം എത്തുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന, അധ്യായം 11. അക്കാലത്ത് യേശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫരിസേയൻ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് അവനെ ക്ഷണിച്ചു. അവൻ പ്രവേശിച്ചു ഭക്ഷണത്തിനിരുന്നു. ഭക്ഷണത്തിന് മുമ്പ് അവൻ കഴുകി ശുദ്ധി വരുത്താത്തതിനെ പറ്റി ആ ഫരിസേയൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, ഫരിസേയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു. നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭോഷന്മാരെ, പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത്? നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. സർവസൃഷ്ടികളിൽ നാഥനായ വാഴ്ത്തപ്പെടട്ടെ. ദൈവം എന്നും വാഴ്ത്തപ്പെടട്ടെ. എല്ലാം
ആത്മീയ പാരമ്പര്യത്തിലാണ് മന്ത്രികളുടെ മനുഷ്യപ്രവർത്തന ഫലമായി ഞങ്ങൾ സ്വീകരിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്ന സർവ്വ സൃഷ്ടികളുടെ നാഥനായി വാഴ്ത്തപ്പെടട്ടെ. ദൈവം എന്നും വാഴ്ത്തപ്പെടട്ടെ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവേ, ഞങ്ങളുടെ ഭക്തിയുടെ ഈ കാണിക്കകൾ സ്വീകരിക്കണമേ. അങ്ങേ പുത്രൻ്റെ നിസ്സീമ സ്നേഹത്തിൻ്റെ പ്രവൃത്തി അനുസ്മരിക്കുന്ന ഞങ്ങളെ പരിശുദ്ധ വടക്കുംഭാഗം അമ്മയുടെ മാതൃകയാൽ അങ്ങയോടും അയൽക്കാരോടുമുള്ള സ്നേഹത്തിൽ ആഴപ്പെടാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. അത്യുന്നതങ്ങളിലോസാന, അത്യുന്നതങ്ങളിലോസാന, അത്യുന്നതങ്ങളിലോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ.
അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസ്സാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, പരിശുദ്ധ വടക്കും ഭാഗം അമ്മയുടെ ഈ മൈനർ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന 388 പ്രസിദ്ധന്തിമാരെയും അങ്ങ് ഏറ്റെടുക്കണമേ. ദയാപൂർവം അവരെ സ്വീകരിക്കണമേ. ഈ ഇടവക ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അവിടുന്ന് ദയാപൂർവം ഏറ്റെടുക്കണമേ. അവരവരുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധ വടക്കും ഭാഗം അമ്മേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അവിടുന്ന് ദയാപൂർവം തൃക്കൺ പാർക്കണമേ. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
അന്നന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത്. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും എന്നെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കൂദാശയുടെ ചൈതന്യത്താൽ ശക്തി പ്രാപിച്ച് അങ്ങേ എളിയ ദാസിയായ പരിശുദ്ധ വടക്കുംഭാഗം അമ്മ ഇതിനകം മഹത്വത്തോടെ നിത്യമായി അനുഭവിക്കുന്ന സമാധാനത്തിൻ്റെ ഭാഗ്യപൂർണമായ ദർശനത്തിൽ എത്തിച്ചേരുന്നതുവരെ സുവിശേഷത്തിൻ്റെ വഴികളിലൂടെ ഔത്സുക്യത്തോടെ നടന്നു നീങ്ങാൻ വേണ്ട അനുഗ്രഹം അങ്ങേ സഭയ്ക്ക് നൽകുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ പരമാവധി കാലത്തിന്